ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം നടത്താൻ ആഹ്വാനം നൽകിയ പശ്ചാത്തലത്തിൽ പോരായ്മകൾ പരസ്പരം ഉയർത്തി പോർമുഖം മൂർച്ചയുള്ളതാക്കാനാകും ഇരുപക്ഷത്തിന്റെയും ശ്രമം. അതുകൊണ്ടുതന്നെ സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകും. ഉപമുഖ്യമന്ത്രി പദവും KPCC പ്രസിഡന്റ് മന്ത്രിസ്ഥാനവും ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പുനഃപ്രവേശവും അടക്കമുള്ള സംഭവങ്ങൾ UDFൽ വിള്ളലുണ്ടാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. കൂടാതെ പനിമരണം കൂടുന്നതും പ്രതിരോധ പ്രവർത്തനങ്ങളിലെ പാളിച്ചയും രൂക്ഷമാകുന്ന വിലക്കയറ്റവും മറ്റുമുയർത്തി സഭയ്ക്കകത്തും പുറത്തും ഭരണപക്ഷത്തെ ആക്രമിക്കാനാണ് പ്രതിപക്ഷ പദ്ധതി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനും ആഭ്യന്തരമന്ത്രി പദത്തിനുമായി അവസാനം വരെ ശ്രമിച്ച രമേശ് ചെന്നിത്തല ഉൾപ്പെട്ട I വിഭാഗവും മന്ത്രിസ്ഥാനത്തിനായി നിരന്തരം ആവശ്യമുന്നയിക്കുന്ന കേരള കോൺഗ്രസ് Bയും എടുക്കുന്ന നിലപാടും ഓരോ ദിവസത്തെയും ആകാംക്ഷാഭരിതമാക്കും. പുതിയ പ്രസ് സെക്രട്ടറിയെ നിശ്ചയിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ മറ്റ് പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കാത്തതും ലുലു, ബോൾഗാട്ടി, കലഞ്ഞൂർ, പാറമട സന്ദർശനം അടക്കമുള്ളവയിൽ VS ഉയർത്തിയ ഭിന്നസ്വരവും ഭരണപക്ഷവും ആയുധമാക്കും. നിയമനിർമ്മാണത്തിനായി 8 ദിവസവും ധനാഭ്യർത്ഥന ചർച്ചയ്ക്കായി 13 ദിവസവും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി 3 ദിവസവുമാണ് നീക്കിവച്ചിട്ടുള്ളത്. 28 ദിവസം ചേരുന്ന സഭ അടുത്ത മാസം 18-ന് പിരിയാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മീഡിയ 1, തിരുവനന്തപുരം.